ഹലോ ഡിയേഴ്സ്, ഇനി നമ്മൾ എടുക്കുന്നത് സോഷ്യൽ സയൻസ് ക്ലാസ് 8 സോഷ്യൽ സയൻസിലെ ഫസ്റ്റ് ടൈം ഇവാലുവേഷൻ 2023-24 എന്നുള്ള ഈ ക്വസ്റ്റ്യൻ പേപ്പർ കേട്ടോ. അപ്പോൾ എന്താണ് അത് ഇൻസ്ട്രക്ഷൻ എന്താണെന്ന് നോക്കുക. ഫസ്റ്റ് എന്താണ് 15 മിനിറ്റ്സ് കൂൾ ഓഫ് ടൈം ഉണ്ടാവും അല്ലേ. ആ ടൈമിൽ എന്താക്കുക, എല്ലാ ക്വസ്റ്റ്യൻസും നന്നായി ശ്രദ്ധാപൂർവ്വം വായിക്കുക. ആൻസറൊക്കെ എഴുതുന്നതിന് മുന്നേ എന്താ ക്വസ്റ്റ്യൻ പേപ്പർ നന്നായി വായിക്കുക. വൈൽ ആൻസറിങ് ദ ക്വസ്റ്റ്യൻസ് കൺസിഡർ സ്കോർ ആൻഡ് ടൈം. നിങ്ങൾ ആൻസർ ചെയ്യുമ്പോൾ എന്താക്കുക, നിങ്ങൾ മാർക്കും അതുപോലെ ടൈമും നോക്കിയിട്ട് വേണം എഴുതാൻ കേട്ടോ. ദെൻ ആൻസർ എനി 5 ഫ്രം ക്വസ്റ്റ്യൻസ് 1 to 6 ഈച്ച് ക്യാരീസ് 2 സ്കോർ. ഇതിൽ ഏതെങ്കിലും 5 എണ്ണം എഴുതിയാൽ മതി കേട്ടോ. അതിൽ ഓരോരുത്തരും 2 മാർക്കാണ് വരുന്നത്. പോയിന്റ് ഔട്ട് എനി 2 റീസൺ ഫോർ ദ ചേഞ്ച് ഓഫ് ഹ്യൂമൻസ് ഫ്രം ഫുഡ് ഗ്യാതറിംഗ് ടു ഫുഡ് പ്രൊഡക്ഷൻ ഡ്യൂറിങ് ദ നിയോളിത്തിക് ഏജ്. പോയിന്റ് ഔട്ട് എനി 2 റീസൺ ഫോർ ദ ചേഞ്ച് ഓഫ് ഹ്യൂമൻസ് ഫ്രം ഫുഡ് ഗ്യാതറിംഗ് ടു ഫുഡ് പ്രൊഡക്ഷൻ ഡ്യൂറിങ് ദ നിയോളിത്തിക് ഏജ് ആണ്. എന്താണ് ചോദ്യം? 2 റീസൺ. കാരണം ഇത് എന്താണ്, ഈ മനുഷ്യന്മാർ ഫുഡ് ആദ്യം കാണുന്നിടത്ത് ഇതാക്കിയിരുന്നു അല്ലേ, പിന്നെ ഉണ്ടാക്കാൻ തുടങ്ങി അല്ലേ. അപ്പോൾ ആദ്യം നാച്ചുറലിൽ നിന്ന് എടുത്ത് കഴിക്കുന്നതായിരുന്നു, പിന്നെ അവർ ഉണ്ടാക്കാൻ തുടങ്ങി അല്ലേ ഈ നിയോളിത്തിക് ഏജിൽ. അത് എന്തുകൊണ്ടാണ്, അതിൻ്റെ കാരണം എന്താണെന്നാണ് എഴുതേണ്ടത്. ഓക്കെ. ദെൻ അടുത്തത് 2 മെൻഷൻ ദ ഫീച്ചേഴ്സ് ഓഫ് ദ എർത്ത് ക്രസ്റ്റ്. എർത്ത് ക്രസ്റ്റിൻ്റെ ഫീച്ചേഴ്സ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി വാട്ട് ഈസ് സിഗറത്ത് എന്ന് പറഞ്ഞാൽ എന്താ? റൈറ്റ് എനി 1 ഫീച്ചർ ഓഫ് സിഗറത്ത്. ഈ സിഗറത്തിൻ്റെ ഒരു ഫീച്ചർ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ. കംപ്ലീറ്റ് ദ ചാർട്ട് ദാറ്റ് ഇൻഡിക്കേറ്റ്സ് ദ എക്സ്കവേഷൻ ഇൻ ദ ഇൻഡസ് വാലി സിവിലൈസേഷൻ. ഇൻഡസ് വാലി സിവിലൈസേഷൻ്റെ ഇൻഡസ് വാലി സിവിലൈസേഷനിൽ എക്സ്കവേഷനെ കുറിച്ചിട്ട് ഒരു ചാർട്ട് കംപ്ലീറ്റ് ആക്കാനാണ് പറഞ്ഞിരിക്കുന്നത് സൂചനകൾ അനുസരിച്ച്. എക്സ്കവേഷൻ എന്ന് പറഞ്ഞാൽ ഖനനം അല്ലേ. അപ്പോൾ ഇൻഡസ് വാലി സിവിലൈസേഷനിൽ ഒന്ന് ദയാറാം സാനി, പിന്നെ മോഹൻജദാര. നമുക്ക് എഴുതുക കേട്ടോ. ബാക്കി അതൊക്കെ നിങ്ങൾ പഠിച്ചതാണ് എഴുതുക. നന്നായി പഠിക്കുക കേട്ടോ. പഠിച്ചതിന് ശേഷം നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ ഇപ്പോൾ ക്വസ്റ്റ്യൻ ഇതാക്കുമ്പോൾ നോക്കുക, ടെക്സ്റ്റ് നോക്കുക, ഇത് ഏതൊക്കെ ഭാഗത്താണ്, ഏത് ചാപ്റ്ററിലാണ് വരുന്നതെന്നൊക്കെ നോക്കി ആ ഭാഗങ്ങളൊക്കെ നന്നായി പഠിക്കുക കേട്ടോ. ഐഡൻറ്റിഫൈ ദ പാലിയോളിത്തിക് സൈറ്റ് ഇൻ മധ്യപ്രദേശ്. മധ്യപ്രദേശിലുള്ള പാലിയോളിത്തിക് സൈറ്റ് ഐഡൻറ്റിഫൈ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. മെൻഷൻ ദ സാലിയൻ ഫീച്ചേഴ്സ് ഓഫ് ദ സൈറ്റ്. സൈറ്റിൻ്റെ സാലിയൻ ഫീച്ചേഴ്സ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഹൗ ആർ ഇഗ്നസ് റോക്സ് ഫോംഡ്. എങ്ങനെയാണ് ഇഗ്നസ് റോക്സ് ഫോം ചെയ്യുന്നത്? ഗിവൻ എക്സാമ്പിൾ ഫോർ ഇഗ്നസ് റോക്ക്. ഇഗ്നസ് റോക്കിന് എക്സാമ്പിൾ എഴുതാനും പറഞ്ഞിരിക്കുന്നത്. ഓക്കെ. അതൊക്കെ 2 മാർക്കിനുള്ളതാണ്. അപ്പോൾ അതിനനുസരിച്ച് ആൻസർ ചെയ്യുക കേട്ടോ. ദെൻ അടുത്ത് ആൻസർ എനി 4 ഫ്രം ക്വസ്റ്റ്യൻ 7 to 11 ഈച്ച് ക്യാരീസ് 3 സ്കോർ. 4 എഴുതിയാൽ മതി. 7 മുതൽ 11 വരെയുള്ള ക്വസ്റ്റ്യനിൽ 4 ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്താൽ മതി. അതുപോലെ 3 സ്കോറാണ് ഓരോന്നിട്ട് 3 മാർക്കാണ് വരുന്നത്. വാട്ട് ഈസ് വെതറിങ് എന്ന് പറഞ്ഞാൽ എന്താ? നെയിം എനി 2 ടൈപ്സ് ഓഫ് വെതറിങ്. ഏതെങ്കിലും വെതറിങ്ങിൻ്റെ 2 ടൈപ്സ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ. റൈറ്റ് എനി 3 ഫീച്ചേഴ്സ് ഓഫ് രാജ്യസഭേൻ്റെ 3 ഫീച്ചർ എഴുതാൻ പറഞ്ഞിരിക്കുന്നു. പ്രിപ്പയർ എ ഷോർട്ട് നോട്ട് ഓൺ ദ ഡ്രെയിനേജ് സിസ്റ്റം ഓഫ് ദ ഹാരപ്പൻ സിറ്റീസ്. ഹാരപ്പൻ സിറ്റീസിലെ ഡ്രെയിനേജ് സിസ്റ്റത്തിനെ കുറിച്ചിട്ട് ഒരു ഷോർട്ട് നോട്ട് എഴുതുക. നെക്സ്റ്റ് 10ാമത്തെ വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് സോയിൽ ഫോർമേഷൻ. ഈ സോയിൽ ഫോർമേഷനിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്, അത് എഴുതുക. വാട്ട് ഇൻഫോർമേഷൻ ഡു വി ഗെറ്റ് അബൌട്ട് ദ ചാൽക്കോളിത്തിക് ഏജ് ഫ്രം ദ എവിഡൻസസ് ഡിസ്കവേർഡ് ഫ്രം കാറ്റൽ ഹൊയോക്ക്. എന്ത് ഇൻഫോർമേഷനാണ് നമുക്ക് കിട്ടുന്നത് ഈ ചാലിയോളിത്തിക് ഏജിൻ്റെ ഇതിനെ കുറിച്ചിട്ട്? ഫ്രം ദ എവിഡൻസ് ഡിസ്കവേർഡ് ഫ്രം കാറ്റൽ ഹൊയോക്കിൽ നിന്ന് എന്ത് എവിഡൻസ് ആണ് നമുക്ക് കിട്ടിയത് എന്നാണ് ചാലിയോളിത്തിക് ഏജിനെ കുറിച്ചിട്ട്. ഓക്കെ. ദെൻ ആൻസർ എനി 2 ഫ്രം ക്വസ്റ്റ്യൻ 12 to 14 ഈച്ച് ക്യാരീസ് 4 സ്കോർ. 12 to 14 വരെയുള്ള ക്വസ്റ്റ്യൻസ് ഏതെങ്കിലും 2 എണ്ണം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ. അറേഞ്ച് ദ ഐറ്റംസ് ഇൻ കോളം എ വിത്ത് അപ്രോപ്രിയേറ്റ് ഐറ്റംസ് ഫ്രം കോളം ബി. കോളം എത്തെ മാച്ച് ദ ഫോളോയിങ് ആണ് കേട്ടോ. കോളം എയിലുള്ളത് കോളം ബിയിൽ നിന്ന് ഏതാണെന്നുള്ളത് കണ്ടുപിടിക്കാം. ഫറോവ, പിരമിഡ്, ഹൈറോഗ്ലിപ്സ്, സ്ഫിങ്സ്, സാക്രഡ് റൈറ്റിംഗ്, സ്കൾപ്ചർ, ടോംബ്, ദ കിങ്. അപ്പോൾ ഇതിൽ ഏതൊക്കെയാണെന്നുള്ളത് നിങ്ങൾ കണ്ടുപിടിക്കുക കേട്ടോ. ആ ടെക്സ്റ്റ് എടുക്കുക, ടെക്സ്റ്റ് തുറക്കുക, എന്നിട്ട് നിങ്ങൾ ആ ഭാഗം കണ്ടുപിടിച്ചിട്ട് എഴുതുക, പഠിക്കുക കേട്ടോ. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ മെൻഷൻ ദ കോസസ് ഫോർ ദ ഫാൾ ഓഫ് ദ ഹാരപ്പൻ സിവിലൈസേഷൻ. ഹാരപ്പൻ സിവിലൈസേഷൻ്റെ തകർന്നു പോയിട്ടുണ്ട് അല്ലേ, ഫാൾ അല്ലേ, വീഴ്ചയ്ക്ക് കാരണമുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇത് എഴുതേണ്ടത്, കാരണങ്ങൾ എഴുതുക. Then next, complete the table based on the difference between Paleolithic age and Neolithic age. എന്താണ് പാളിയോളിത്തിക് ഏജിൻ്റെയും നിയോളിത്തിക് ഏജിൻ്റെയും വ്യത്യാസങ്ങൾ
ഈ ടേബിളിൽ നോക്കി കംപ്ലീറ്റ് ആക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. പോട്രി, പാളിയോപ്റ്റിക് ഏജിങ്, വെസൽസ് ആർ വൂവൺ ഔട്ട് ഓഫ് ബാർക്ക് ഫൈബർ. ഒന്ന് തന്നതാണ് കേട്ടോ പോട്രീനെ കുറിച്ചിട്ട്. പാളിയോപ്റ്റിക് ഏജിൽ പോട്രീനെ കുറിച്ചിട്ട് എന്താണ്? വെസൽസ് വെർ വൂവൺ ഔട്ട് ഓഫ് ബാർക്ക് ഫൈബർ. നിയോളിത്തിക് ഏജിൽ മെയ്ഡ് പോട്ട്സ് ഓഫ് ക്ലേ. ഇനി ടൂൾസ്, പാളിയോളിത്തിക് ഏജ് എങ്ങനെയായിരുന്നു, നിയോളിത്തിക് ഏജ് എങ്ങനത്താന്ന് എഴുതുക. ഒക്യുപ്പേഷൻ, പാളിയോളിത്തിക് ഏജിൽ എന്തായിരുന്നു, നിയോളിത്തിക് ഏജിൽ എന്തായിരുന്നു എഴുതുക കേട്ടോ. ഓക്കെ, ദെൻ റൈറ്റ് എനി 2 ഫ്രം ക്വസ്റ്റ്യൻ 15 to 17 ഈച്ച് ക്യാരി 5 സ്കോർ. എന്താണ് 2 ക്വസ്റ്റ്യനിൽ ആൻസർ ചെയ്താൽ മതി. ഓരോന്നിനും എന്താണ് 5 മാർക്കാണ് കിട്ടിയിരിക്കുന്നത് കേട്ടോ. തരിക നോക്കുക. എക്സ്പ്ലെയിൻ ദ ഫീച്ചേഴ്സ് ഓഫ് ഗ്രാനറി ആൻഡ് അഗ്രികൾച്ചർ ഇൻ ദ ഹാരപ്പൻ സിവിലൈസേഷൻ. ഹാരപ്പൻ സിവിലൈസേഷനിലുള്ള എന്താണ് അഗ്രികൾച്ചറും ഗ്രാനറിൻ്റെ ഒക്കെ ഫീച്ചേഴ്സ് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അനലൈസ് ദ ടെക്നോളജിക്കൽ പ്രോഗ്രസ് അറ്റൈൻ ഡ്യൂറിങ് ദ നിയോളിത്തിക് ഏജ്. എന്താണ് ഈ നിയോളിത്തിക് ഏജിലുള്ള ടെക്നോളജിക്കൽ പുരോഗതികളുണ്ടല്ലോ നേടിയത്, അതൊക്കെ അനലൈസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. കൺസർവേഷൻ ഓഫ് സോയിൽ ഇസ് എസെൻഷ്യൽ ഫോർ ദ സസ്റ്റൻസസ് ഓഫ് ലൈഫ്. ഇലൂസിഡേറ്റ് ദിസ് സ്റ്റേറ്റ്മെന്റ്. എന്താണ് കൺസർവേഷൻ ഓഫ് സോയിൽ ഈസ് എസെൻഷ്യൽ ഫോർ ദ സസ്റ്റൻസ് ഓഫ് ലൈഫ്. നമ്മുടെ ജീവിതത്തിൽ എന്താണ് ഏറ്റവും വലിയൊരു നമ്മുടെ ജീവിതത്തിൽ മണ്ണൊരു എന്താണ് കൺസർവേഷൻ ഓഫ് സോയിൽ എന്താ പറയുന്നത്? നമ്മുടെ മണ്ണിൻ്റെ സംരക്ഷണം ജീവന്റെ നിലനിൽപ്പിന് എന്താണ് അത്യന്താപേക്ഷിതമാണ് അല്ലേ. ഈ എലൂസിഡേറ്റ് ദി സ്റ്റേറ്റ്മെന്റ്, ഈ സ്റ്റേറ്റ്മെന്റ് എന്താണ് വ്യക്തമാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. എന്താ പറഞ്ഞിരിക്കുന്നത്? കൺസർവേഷൻ ഓഫ് സോയിൽ ഇസ് എസെൻഷ്യൽ ഫോർ ദ സസ്റ്റൻസ് ഓഫ് ലൈഫ്. ജീവിതത്തിന്റെ അല്ലേ മണ്ണിന്റെ സംരക്ഷണം ജീവന്റെ നിലനിൽപ്പിന് എന്താണ് അത്യന്താപേക്ഷിതമാണ് അല്ലേ. അതിനെന്താണ് ആ സ്റ്റേറ്റ്മെന്റ് വ്യക്തമാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയുള്ള ക്വസ്റ്റ്യൻസ്. അപ്പോൾ നന്നായി ചാപ്റ്റർ ഒക്കെ പഠിക്കുക കേട്ടോ. സോഷ്യലൊക്കെ നന്നായി പഠിച്ചിട്ട് ആൻസർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.